നമസ്കാരം സർ. എമ്പുരാനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നേയില്ല, ദിനം പ്രതി വർദ്ധിക്കുന്നേയുള്ളൂ. ഇപ്പോഴിതാ മല്ലിക സുകുമാരനെ ആശ്വസിപ്പിച്ച് മമ്മൂട്ടിയുടെ വാക്കുകൾ എത്തിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. ഈ വാർത്തയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വിശകലനം, അല്ലെങ്കിൽ ഇത് എത്രത്തോളം ശരിയാണ്? അതിനകത്ത് ശരിയും ശരികേടും ഒന്നും നമ്മൾ പറയണ്ടല്ലോ. അവരിപ്പോ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. അവരെ മമ്മൂട്ടി ആശ്വസിപ്പിക്കാൻ വേണ്ടി മെസ്സേജ് ഇട്ട് കാണും എന്നുള്ള കാര്യത്തിൽ സത്യമായിരിക്കും. അപ്പൊ അതിനകത്ത് ആശ്വാസ വചനങ്ങൾ മമ്മൂട്ടി പറഞ്ഞാണ് എന്തിനാ വിഷമിക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെയുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞു അവര് പറയുന്നു. അവര് വലിയ വലിയ വലിപ്പത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. എന്നെ ഈ ഒരു വിഷയം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ട്, എൻ്റെ മകനൊരു പ്രശ്നം ഉണ്ടായിട്ട്, ഈ അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ നിന്നും അമ്മായി അല്ലെങ്കിൽ കൊച്ചമ്മ എന്നൊക്കെ വിളിക്കുന്നവരാരും വിളിച്ചില്ല, ഈ മമ്മൂട്ടി മാത്രമേ വിളിച്ചുള്ളൂ. ഈ പറയുന്ന മല്ലികാ സുകുമാരന്റെ മകനുണ്ടാക്കിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നമായിട്ടല്ല ഇപ്പൊ ഉരുത്തിരിഞ്ഞ് നിൽക്കുന്നത്. കാരണം മല്ലികാ സുകുമാരന്റെ മകനുണ്ടാക്കിയ വിഷയം ഒരു വലിയ വിഷയമായിട്ട് വന്ന് അതെല്ലാരെയും ആര് ഇതിനകത്ത് പിടിക്കുന്നോ അവരെല്ലാം ബാധ്യതയാകുന്ന തരത്തിലേക്ക് ആ പ്രശ്നം ഉരുത്തിരിയുന്നത് കൊണ്ട് അതിനകത്തൊരു പരസ്യ നിലപാടെടുക്കുന്നതിനൊന്നും ആരും തയ്യാറാവത്തില്ല. ഇതിനകത്തുണ്ടാവുന്ന ലാഭവും നഷ്ടവും ഒക്കെ മല്ലികാ സുകുമാരന്റെ മകനും അതിനകത്ത് അഭിനയിച്ച മോഹൻലാലിനും അല്ലെങ്കിൽ അതിന്റെ പുറകിൽ നിൽക്കുന്ന പ്രൊഡ്യൂസർമാർക്കും മാത്രമുള്ളതാണ്. അതായത് നിങ്ങളുടെ മകൻ ഏറ്റെടുത്തിരിക്കുന്ന പ്രോജക്റ്റിനകത്തു നിന്ന് വരുന്ന പ്രശ്നവും ആ പ്രോജക്റ്റിനകത്തുണ്ടാകുന്ന ലാഭവും നഷ്ടവും നിങ്ങളുടെ മകന് മാത്രമാണ്. അപ്പൊ ലാഭം വരുന്ന വിഷയം വരുമ്പോൾ നിങ്ങളുടെ മകൻ മാത്രം വീതിച്ചെടുക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ, നഷ്ടം വരുന്ന വിഷയം വരുമ്പോൾ നാട്ടുകാരെല്ലാം അതിനകത്ത് വന്ന് കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു വൈരുദ്ധ്യമുണ്ട്. മല്ലികാ സുകുമാരൻ, പിന്നെ നിങ്ങൾ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞു. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ മഹാനടനാണ്. എനിക്കറിയാവുന്ന മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയൊന്നും ഈ പറയുന്നത് പോലെ ഇതുപോലെ വിവാദമായിട്ടില്ല. നമ്മൾ പറയുമല്ലോ, ഇവിടെ മുസ്ലിങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആദ്യ രാജ്യം രണ്ടാമത് മതമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ പേര് വെക്കാൻ കൊള്ളാവുന്ന ഒരു നടൻ തന്നെയാണ് മമ്മൂട്ടി. നമുക്കറിയാം അദ്ദേഹം വലിയ നടനാണ്, പക്ഷെ അദ്ദേഹം ഒരു കംപ്ലീറ്റ് ആക്ടർ അല്ല. അദ്ദേഹം ആക്ടർ ആവുന്നതെന്ന് പറഞ്ഞാൽ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴാണ്, അല്ലാത്തപ്പോൾ പച്ചയായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകൾ നമ്മൾ പരിശോധിച്ചാൽ, നായർ സാബ് എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഉണ്ട്. മല്ലികാ സുകുമാരൻ ഇന്ന് വൈകിട്ട് പോയിരുന്നൊന്ന് കാണണം. നായർ സാബ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മമ്മൂട്ടി ഡബിൾ റോളാണ്. ആ ഡബിൾ റോളിനകത്ത് തൊപ്പിയും താടിയും വെച്ച യഥാർത്ഥ ഒരു രാജ്യസ്നേഹിയായിട്ട്, സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്ത ഒരു മുസ്ലിമായിട്ടും ഒരു പട്ടാളക്കാരനായിട്ടും മകൻ പട്ടാളക്കാരനായിട്ടും അഭിനയിക്കുന്ന ഒരു സിനിമയുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമ, അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹത്തെ വിളിച്ചോദിക്കുന്ന സിനിമകൾ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്ന ആയിട്ടുള്ള ആളായതുകൊണ്ട് പറഞ്ഞു. അതുപോലെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള പല സിനിമകൾ നമ്മൾ, ഏതെങ്കിലും സിനിമയ്ക്കകത്ത് പ്രശ്നങ്ങളുണ്ടോ? ഏതെങ്കിലും സിനിമയ്ക്കകത്ത് ഈ രാജ്യത്തിന്റെ വിരുദ്ധത പറയുന്ന സിനിമയ്ക്ക് അദ്ദേഹം അഭിനയിക്കുന്നതായിട്ട് നമുക്ക് പറയാം. മോഹൻലാലിന്റെ ഒപ്പം വന്നല്ലോ, അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ അടിക്കടി വരുന്നല്ലോ. നിങ്ങളുടെ മകൻ അഭിനയിച്ച സിനിമകൾ മൊത്തം ഓരോന്ന് പരിശോധിക്കുമ്പോൾ ഇപ്പം ഓരോ സിനിമകളും എടുത്ത് ഓരോരുത്തരും പറയുന്നുണ്ടല്ലോ. അതുപോലെ നിങ്ങളുടെ മകൻ ഇടപെടുന്ന രാഷ്ട്രീയം എത്തരത്തിലുള്ള രാഷ്ട്രീയമാണ്, നിങ്ങളുടെ മരുമകൾ ഇടപെടുന്ന രാഷ്ട്രീയം എത്തരത്തിലുള്ള രാഷ്ട്രീയമാണ്. അപ്പൊ മറിച്ച് ഈ പറയുന്ന ഇദ്ദേഹം ഇടപെട്ടിട്ടുള്ളത് ഇവിടുത്തെ സംസ്കാരത്തിനനുസരിച്ചുള്ള, നമ്മളില്ലേ മമ്മൂട്ടിയെ ഒരു കുറിയൊക്കെ തൊടിയിച്ച് അല്ലെങ്കിൽ നിർത്തിക്കഴിഞ്ഞാൽ ബ്രാഹ്മണാന്ന് പറയും, മുസ്ലിം തുറണം ചെയ്യുക പറയല്ലേ, ഹിന്ദു ഹിന്ദു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഇവിടെ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പം മമ്മൂട്ടി അല്ലെങ്കിൽ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള രീതികൾ, അല്ലെങ്കിൽ വടക്കൻ വീരഗാഥ പോലെയുള്ള കഥകൾ, ഈ കഥകളിനകത്തെല്ലാം മമ്മൂട്ടി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയമുണ്ട്, ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹത്തെ ആരെങ്കിലും ഏതെങ്കിലും RSS കാരൻ പുറകെ നടന്ന് ഉപദ്രവിക്കുന്നവരായിട്ട് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യം പറഞ്ഞെന്ന് പറഞ്ഞ് അദ്ദേഹം വന്നിട്ടുണ്ടോ? മറിച്ച് മോഹൻലാലിനെ നമുക്ക് പരിശോധിക്കാം. മോഹൻലാൽ ഈ പറയുന്നത് പോലെ എങ്ങും പിടികൊടുക്കാൻ നിൽക്കുന്ന നടനാ. ഞാനത് മുമ്പേ പറഞ്ഞത് കംപ്ലീറ്റ് ആക്ടർ. ഒരു പ്രാവശ്യം ശ്രീനിവാസൻ പറഞ്ഞതുപോലെ, ശ്രീനിവാസനെ ഒരു സ്റ്റേജിൽ കയറി വയ്യാതെ വന്നപ്പോ കെട്ടിപ്പിടിച്ചപ്പോ എന്തുണ്ട് അഭിപ്രായം പത്രക്കാർ ചോദിച്ചപ്പോ ദ കംപ്ലീറ്റ് ആക്ടർ. മോഹൻലാൽ ഇപ്പൊ മാപ്പ് പറഞ്ഞതും അദ്ദേഹത്തിന്റെ രക്ഷപ്പെടിയിന് വേണ്ടിയാണ്. നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കണ്ട ഒരു വലിയ ബിസിനസ്സുകാരന്റെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പൊ കെട്ടിപ്പിടിച്ചത്. എനിക്ക് മനസ്സിലാവുന്നതാണ്, ഞാൻ സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് തോന്നുന്നതാണ്.
അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം വലിയ മമ്മൂട്ടി എന്ന് പറയുന്ന ആള് അദ്ദേഹം നിസ്കരിക്കും, പരസ്യമായിട്ട് പള്ളിയിൽ പോകും, അദ്ദേഹത്തിന്റെ മതത്തിനെ ഉയർത്തി കാണിക്കും. അത് അങ്ങനെ വേണം. മോഹൻലാൽ എന്തൊരു ഗോഷ്ഠിയാ കാണിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലേ? ഇന്ത്യയിലെ ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ വികാരമായിട്ടുള്ള രാമജന്മഭൂമിയുടെ ഉദ്ഘാടന അല്ലെങ്കിൽ അതിന്റെ ശിലാസ്ഥാപനത്തിന് വിളിച്ച അതിഥികളിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചപ്പോൾ അതിനകത്തുള്ള ഒരതിഥിയായിട്ടുള്ള മോഹൻലാൽ എന്നവിടെ പോയിട്ടില്ല. ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടുത്തെ ഓരോ ഹിന്ദു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് തിരക്കാ പുള്ളിക്കൊള്ളേ. അവിടെ വന്ന് വേറെ ഉള്ള വലിയ നടന്മാരെക്കാട്ടിലും അല്ലെങ്കിൽ വലിയ വലിപ്പത്തിലുള്ള ആളിനെക്കാട്ടിലൊന്നും വലിയ തിരക്കൊന്നും മോഹൻലാലിനില്ല. അപ്പൊ മോഹൻലാൽ വളരെ മെയ്വഴക്കമുള്ള നടനാണ്. എങ്ങും പിടികൊടുക്കാതെ എല്ലാവരുടെയും ആളാന്ന് തോന്നിപ്പിച്ച് നിൽക്കുന്ന ഒരു ആളാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളല്ല മമ്മൂട്ടി. അത് മല്ലികാ സുകുമാരൻ മനസ്സിലാക്കണം. മല്ലികാ സുകുമാരനെ വിളിച്ചതും അതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം ആരുടെ മുമ്പിൽ അഭിനയിക്കുന്ന ആളല്ല. അദ്ദേഹം കൃത്യമായ പൊളിറ്റിക്സും കൃത്യമായ രാഷ്ട്രീയവും രാജ്യസ്നേഹിയുമായിട്ടുള്ള നല്ല നടൻ. ക്യാമറയ്ക്ക് മുമ്പിലെ മാത്രം. നിങ്ങളുടെ മകനും നിങ്ങളും പലയിടത്തും പോയിട്ടുണ്ട്. നിങ്ങളുടെ മകൻ ആദ്യഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ സിനിമയിൽ വരാൻ വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ നിങ്ങൾക്ക് പലയിടത്തുനിന്നും നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വരുന്നപ്പോൾ നിങ്ങളിപ്പം വലിയ 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 വാചകത്തിൽ കാര്യം പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ മകനെ പറ്റിയും അഭിമാനം കൊള്ളുന്നുണ്ടല്ലോ. എന്റെ മകൻ ഒരു തീരുമാനമെടുത്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ മകന് തീരുമാനമെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങളുടെ മകനെ കൊണ്ടെത്തിക്കുന്നതിനകത്ത് നിങ്ങൾ പലരെയും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ, ചില പ്രസ്ഥാനങ്ങളെ പറ്റിയും ചില പുസ്തകങ്ങളെ പറ്റിയും ചില സംഘടനകളെ പറ്റിയും നിങ്ങളെ വരട്ടെന്താണ്? നിങ്ങൾ വരണ്ടപ്പോൾ, നിങ്ങൾക്ക് നിലനിൽപ്പില്ല വന്നപ്പോൾ, നിവർത്തി കെട്ടപ്പോൾ നിങ്ങൾ കയറിച്ചെന്ന ചില ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളെയാണ് നിങ്ങൾ ഇപ്പൊ തള്ളി പറയുന്നത്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വലിയ വലിപ്പത്തിലെങ്ങായെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ സമ്പത്തുണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറെ ബന്ധങ്ങളുണ്ടായി, നിങ്ങളെ വലിയ വലിപ്പത്തിലാണ്. നിങ്ങളിപ്പം വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രസ്ഥാനങ്ങളുടെ വലിപ്പത്തെ പറ്റി യാതൊരു ധാരണയും നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. മല്ലികാ സുകുമാര, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവത്തില്ല. മമ്മൂട്ടി സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രായമുള്ള സ്ത്രീ ആയതുകൊണ്ടും ഒരമ്മയായതുകൊണ്ടുമുള്ള പരിഗണന കൊണ്ടാണ്. പിന്നെ നിങ്ങളെ ഉപയോഗിച്ച് നിങ്ങളുടെ മകൻ ഇപ്പൊ പരിചയ തീർക്കുകയാണ്. ആദ്യം നിങ്ങളുടെ മരുമകളെ വെച്ച് പരിചയ തീർത്തു, ആൾക്കാരെ മൊത്തവും വെല്ലുവിളിച്ചു. ആരുണ്ട് ഇവിടെ കാണിക്കാൻ നേണ്ട ഒരു വാചകം പറയുന്നത് കേട്ടു, വെല്ലുവിളിച്ചു. ഇപ്പൊ നിങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. എനിക്കറിയാം, എന്റെ മോൻ എനിക്ക് അഭിമാനമാണ്. നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് മാത്രമാ അഭിമാനം. ഇപ്പൊ രാജ്യത്തെ, ഇന്ത്യ മഹാരാജ്യത്തെ, ഭാരതത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അഭിമാനമല്ലാതെ വരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മകൻ ചെയ്ത സിനിമയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മകന്റെ ചെയ്തിക്ക് അനുകൂലമായിട്ട് ആരും സംസാരിക്കാത്തത്. അതിനകത്ത് നിൽക്കുന്ന നിങ്ങളുടെ മകൻ അനുകൂലമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മകന് നട്ടലുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ മകന് നട്ടലുണ്ടെങ്കിൽ ഭാര്യയെ കൊണ്ടും കുഞ്ഞുങ്ങളെ കൊണ്ടുമല്ല ഇതിന് മറുപടി പറയിക്കേണ്ടത്. ഞാൻ എടുത്ത സിനിമ ഈ പറയുന്നത് പോലെ, ഞാൻ എടുത്ത സിനിമ ഇന്ന സിനിമയാണ്, ഞാൻ എടുത്ത സിനിമ അതിനകത്തെ കഥ ഇന്നതാണ്, എന്റെ രാഷ്ട്രീയം ഇന്നതാണ്. ഒളിച്ചു കടത്താൻ നിൽക്കാതെ നിങ്ങളുടെ മകൻ പറയണം. നിങ്ങളുടെ മകൻ എടുത്ത സിനിമ, അൽഖ്വയ്ദയ്ക്ക് വേണ്ടി എടുത്ത സിനിമ, ഇവിടുത്തെ ഗുജറാത്ത് കലാപത്തെ പറയുന്ന സിനിമ, അതെന്റെ രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞത് അതിനകത്ത് പറഞ്ഞ കഥാപാത്രങ്ങൾ അത് ഇവിടുത്തെ ഈ പ്രധാനമന്ത്രിയാണ്, അതിനകത്തെ ആഭ്യന്തരമന്ത്രി ഇവിടുത്തെ അമിത്ഷായാണ്, അതിനകത്തെ NIA അല്ലെങ്കിൽ പറയുന്ന CBI-യും ED-യും ഒക്കെ ഇവിടുത്തെ സംവിധാനങ്ങളാണ്. അതിനെയാണ് തള്ളിപ്പറഞ്ഞത്. അത് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് നട്ടലുണ്ട്. പറയട്ടെ. അയാൾ ഒളിച്ചു നിന്ന് ഭാര്യയെ കൊണ്ട് വെല്ലുവിളിപ്പിക്കുകയും എന്റെ മകനെ പറയാനുള്ളത് പറയുമെന്ന് അമ്മ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അമ്മ ഇന്നലെ പറയുന്നത് കേട്ടു, എന്റെ മകൻ പറഞ്ഞു അമ്മ എന്തെങ്കിലും ഒക്കെ എഴുത്, ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയട്ടെ, ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ടത്. മൈൻഡ് ചെയ്യേണ്ടി വരും മല്ലികാ സുകുമാരനും മകനും. കാരണം നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ അങ്ങ് അംഗീകരിച്ച് തരാൻ പറ്റുന്ന ഒരവസ്ഥയിലുള്ള ഒരു നാടോ സംവിധാനമോ ഒന്നും അല്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഈ രാജ്യസ്നേഹികളായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ, സാധാരണക്കാർ നിങ്ങളെയൊക്കെ നടനായിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണക്കാർ നടനാക്കിയത് കൊണ്ടും അവൻ പണിയെടുത്ത അല്ലെങ്കിൽ വിയർപ്പൊഴുക്കിയ കാശ് തിയേറ്ററിൽ കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്കൊക്കെ കാശ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ കാണിക്കുന്ന രാജ്യവിരുദ്ധതയും നിങ്ങളുടെ രാഷ്ട്രീയവും
വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ നിങ്ങളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നതിനും അതിനകത്തെ കുഴപ്പങ്ങൾ എടുത്തു കാണിക്കുന്നതിനും ഇവിടുത്തെ സാധാരണക്കാരനും അല്ലെങ്കിൽ ആ രാജ്യസ്നേഹികളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. നട്ടലുണ്ടെങ്കിൽ പൃഥ്വിരാജ് ഭാര്യയെയും അമ്മയെയും വെച്ച് പറയാതെ ഞാൻ എടുത്ത സിനിമ എന്റേത് മാത്രമാണ് എന്ന് പരസ്യമായിട്ട് പറയാനുള്ള ഒരു നിലപാട് കൂടി കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വ്യക്തമാണ് സർ. എമ്പുരാൻ വിവാദത്തിനിടെ മല്ലിക സുകുമാരനെ വിളിച്ച് മമ്മൂട്ടി ആശ്വസിപ്പിച്ചു എന്നുള്ള വാർത്തയെ കുറിച്ചുള്ള അതിന്റെ ഒരു സാഹചര്യമാണ് അങ്ങ് വിശദീകരിച്ചത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.